ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് വെനസ്ഡേ ഗൈഡൻസ് ആണ്, അതായത് ജൂൺ 18 എനർജിയാണ് നോക്കുന്നത്. അപ്പോൾ ഈ റീഡിംഗ് കാണുന്നതിന് മുന്നേ ആയിട്ട് ഫസ്റ്റ് നിങ്ങൾ പയൽ സെലക്ഷൻ നടത്താനായിട്ട് ശ്രമിക്കുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 പിക്ചേഴ്സ് കാണാൻ സാധിക്കും, പയൽ 1 ആൻഡ് പയൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു എനർജി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ വെനസ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. ജൂൺ 18 എനർജി. താങ്ക് യു. പയൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക്. The world, justice, 6 of Pentacles എനർജി വരുന്നുണ്ട്. അതുപോലെ തന്നെ മജീഷ്യനും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വാർത്തകൾ, ന്യൂസ്, ഇൻഫർമേഷൻ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിരിക്കും. കുറച്ച് പേർക്ക് നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എനർജിയാണ്, കലാപരമായിട്ടുള്ള എനർജിയാണ്. അതിന് കുറച്ചും കൂടെ ഒരു അംഗീകാരം ലഭിക്കുന്നതായിട്ട്, നിങ്ങളുടെ എഫേർട്ടിന്, നിങ്ങളുടെ കഴിവുകൾക്ക് പ്രതിഫലം ലഭിക്കുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട എനർജി വന്നിട്ട് കുറച്ചും കൂടെ ഔട്ട് ഓഫ് ബോക്സിൽ നിന്നിട്ട്, അതായത് വ്യത്യസ്തമായിട്ട് നിങ്ങൾ ചിന്തിക്കാനായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ അനുഭവങ്ങൾ, എനർജീസ് വരുന്ന സമയത്ത് ആ പോസിബിലിറ്റീസ്, ആ അവസരങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ജസ്റ്റിസിൻ്റെ എനർജിയിൽ വന്നിട്ട് കുറച്ചും കൂടെ ബാലൻസും ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു നീതിബോധം, നിങ്ങളുടെ ഹോണസ്റ്റി, സത്യസന്ധത, അതെല്ലാം ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. അതും കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പ്രതീക്ഷകളാണ്, എക്സ്പെക്റ്റേഷൻസ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും കുറച്ചും കൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന് വേണ്ടിയിട്ട് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ എന്തൊക്കെ പ്രിപ്പറേഷൻസ് നടത്തുന്നുണ്ട്. സത്യസന്ധമായിട്ടുള്ള എനർജി. ഓക്കെ, ജസ്റ്റിസിൻ്റെ എനർജിയിൽ ഇരുന്നിട്ട് ചിന്തിക്കുക. അതും കുറച്ച് പേരെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. താങ്ക് യു. ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ന്യൂ എനർജിയാണ്, പുതിയൊരു തുടക്കത്തിൻ്റെ എനർജിയാണ് കാണുന്നത്. പാസ്റ്റിലെ പല കാര്യങ്ങളും ലെറ്റ് ഗോ ചെയ്തിട്ട് ഒരു പുതിയ ഫേസിലോട്ട്, ഒരു പുതിയ എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ നല്ല നല്ല അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടാകാം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺവെർസേഷൻസ്, സംസാരം, ഡിസ്കഷൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ഗ്രോത്തും കാണുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഐഡിയയിലായിരിക്കാം പുതിയൊരു വളർച്ച, ഒരു എക്സ്പാൻഷൻ വരുന്നത്. അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, റീസെൻ്റ്ലി എന്തെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പുരോഗതി, ഗ്രോത്ത് ഉണ്ടാകുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 6 ഓഫ് കപ്സിൻ്റെ എനർജി. എഗെയിൻ പാസ്റ്റിലെ എനർജീസ് ആണ് കാണുന്നത്. പാസ്റ്റിൽ ചെയ്ത എന്തെങ്കിലും എഫേർട്ടിന് ഫ്രൂട്ട്സ്, അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ്, ഒരു പുരോഗതി ഉണ്ടാകുന്ന ഒരു ടൈം പീരീഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്കിത് ലവ്, റൊമാൻസ്, സ്നേഹമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയയിലായിരിക്കും. അവിടെയും എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂ കോൺവെർസേഷൻസ്, എന്തെങ്കിലുമൊക്കെ പുതിയ എനർജീസ് കടന്നു വരാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടാകാം. നിക്ഷേപങ്ങൾ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് കുറച്ച് പേര് പ്ലാനിങ് നടത്തുന്ന ഒരു സമയമായിരിക്കാം. അല്ലെങ്കിൽ പാസ്റ്റിൽ നിന്നിട്ടുള്ള എന്തെങ്കിലും എനർജീസിൽ കുറച്ച് പേർക്ക് റിട്ടേൺ വരുന്ന ആയിരിക്കാം. നിങ്ങളുടെ എഫേർട്ടിന് റിസൾട്ട് വരുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കാം. നെക്സ്റ്റ് എന്താണ്? കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. ഇവിടെയും ഒത്തിരി ഫിനാൻഷ്യൽ എനർജിയാണ് കാണുന്നത്. സാമ്പത്തികമായിട്ടുള്ള നേട്ടം കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ പാഷൻ, ക്രിയേറ്റിവിറ്റി, കലാപരമായിട്ടുള്ള കഴിവുകൾ യൂസ് ചെയ്തിട്ടുള്ള എനർജിയിലാണ് ഒത്തിരി പോസിറ്റീവ് എനർജി വരുന്നത്. കുറച്ച് പേർക്ക് നോളേജാണ്, അറിവാണ്, അത് പകർന്നു കൊടുക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ടാകും. അതുവഴി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജി റിട്ടേൺ ആയിട്ട് വരുന്നതും ആയിരിക്കാം ഈ ഒരു ദിവസം വരുന്നത്. ഓക്കെ,
ഇവിടെ ഹെർമിറ്റിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ എനർജിയും കാണുന്നുണ്ട്. നിങ്ങൾ ഒറ്റപ്പെട്ട് ഇരിക്കുകയാണ്, കൂടെ ആരുമില്ല, ഒന്നും ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, അങ്ങനത്തെ ഒരു എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അവിടെ ഒരു സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട്, ഒരു സഹായം വരുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിലും അവിടെ കുറച്ചും കൂടെ ഇമോഷണലി വൈകാരികമായിട്ടുള്ള എനർജിയിൽ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ടും കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. അതിന് എലോൺ ടൈം നിങ്ങളെ സഹായിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ ഉള്ളിലോട്ട് തിരിയുക, കുറച്ച് സമയം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. അങ്ങനെ വരുന്ന സമയത്ത് കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ കുറച്ചും കൂടെ ആ ഒരു ഇമോഷൻസ് കുറച്ചും കൂടെ ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഫാമിലിയുടെ ഇടയിലായിരിക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഇമോഷണലി എന്തെങ്കിലും ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അത് ബാലൻസ് ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരുന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്, കോൺവെർസേഷൻസ് നടത്താനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് ഫാദർ ഫിഗറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജിയാണ്. ഫാദറിൻ്റെ ഹോമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും എന്തെങ്കിലുമൊക്കെ ബ്യൂട്ടിഫുൾ എനർജീസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫൈനലായിട്ടുള്ള ബ്ലെസ്സിങ് നോക്കാം. പൈൽ നമ്പർ 1ൻ്റെ ബ്ലെസ്സിങ് എന്താണ്? 9 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. സോറി, കറണ്ട് പോയി, കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ വെളിച്ചം വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, ഒരു ഡാർക്ക് ഫേസിൽ കൂടെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അവിടെ ഒരു ആശ്വാസം, ഒരു ലൈറ്റ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസിലായിരിക്കാം. കുറച്ചും കൂടെ ഒരു പ്രത്യാശ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, അപ്പോൾ ബ്യൂട്ടിഫുൾ എനർജീസ് ആണ് വരുന്നത്. ഒത്തിരി ബ്ലെസ്സിങ്സ്, ഒത്തിരി പോസിബിലിറ്റീസ് വരുന്നുണ്ട്, അവസരങ്ങൾ വരുന്നുണ്ട്. ഒൺലി തിങ് അത് നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട്, അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് തിങ്ക് ചെയ്യാനായിട്ട്, അവിടെ കുറച്ചൊരു പോസിറ്റിവിറ്റി ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ജസ്റ്റിസിനും കുറച്ചും കൂടെ, നീതിക്കും കുറച്ചും കൂടെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ വെനസ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. ജൂൺ 18ൻ്റെ പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള എനർജീസ് എന്താണ്? താങ്ക് യു. Page of Wands, 3 of Swords, 5 of Wands, 10 of Wands, അതുപോലെ തന്നെ 6 of Swordsൻ്റെ എനർജി കാണുന്നുണ്ട്. ഇന്നത്തെ ദിവസം മെയിനായിട്ട് നിങ്ങളുടെ ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഹൃദയമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഇവിടെ പേജ് ഓഫ് വാൻഡ്സിൽ കുറച്ച് പേർക്ക് ഒത്തിരി ഫ്രീഡം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഒത്തിരി എക്സ്പെക്റ്റേഷൻസ്, ഒത്തിരി നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാകാം നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഫ്രീഡം നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങളുടെ അവകാശമാണ്. പക്ഷേ അത് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഉപകാരപ്രദമാകുന്ന രീതിയിൽ നിങ്ങളതിനെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ കലകൾ, ക്രിയേറ്റീവായിട്ടുള്ള എനർജിയിൽ കുറച്ചൊന്ന് ഫോക്കസ്ഡ് ആയിട്ടിരിക്കാനായിട്ടും പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ പൂർവികരുടെ എനർജി വരുന്നുണ്ട്. റൂട്ട്സ്, നിങ്ങളുടെ ഫാമിലി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എനർജി വരുന്നുണ്ട്. പാരമ്പര്യമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എനർജീസ് വരുന്നുണ്ട്. കുറച്ച് പേർക്ക് ആ ഒരു സ്പേസിൽ നിന്നിട്ട്, ആ ഒരു എനർജിയിൽ നിന്നിട്ട് ചില സത്യങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്, ചില കാര്യങ്ങൾ അംഗീകരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതെന്താണെന്ന് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ദേഷ്യം, ഫ്രസ്ട്രേഷൻ്റെ എനർജി ആയിരിക്കാം. പെട്ടെന്ന് നിങ്ങൾ എന്താ പറയുക, എടുത്തു ചാടി ഓരോ ഡിസിഷൻസ് എടുക്കുക, പെട്ടെന്ന് തീരുമാനങ്ങളിലോട്ട് പോകുക. അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. എഗെയിൻ നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ റൂട്ട്സ് നിങ്ങളെന്താണ് അത് മനസ്സിലാക്കിയിട്ട് ആക്ഷൻസ് എടുക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് പോസിറ്റീവ് സൈഡിൽ ഇവിടെ 5 ഓഫ് വാൻഡ്സിൽ നിങ്ങൾ ഒത്തിരി എന്താ പറയുക, ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാകാം. ഒത്തിരി ഫെയിലിയേഴ്സ്, ഒത്തിരി വിഷമങ്ങൾ നിങ്ങൾക്ക് എന്താ പറയുക അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. കുറച്ച് പേർക്ക് കോമ്പറ്റീഷൻ ആയിരിക്കാം, ഹെൽത്തി അല്ലാത്ത, ആരോഗ്യപരമല്ലാത്ത എന്തെങ്കിലുമൊക്കെ കോമ്പറ്റീഷൻ്റെ എനർജി, ജലസിയുടെ എനർജി, അസൂയയുടെ എനർജി ആയിരിക്കാം.
നിങ്ങൾക്ക് ചുറ്റുമുള്ളത്. കുറച്ച് പേർക്ക് ആ ഒരു സിറ്റുവേഷൻ മറികടക്കാനായിട്ട് ഒരു ബ്ലെസ്സിങ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഒരു ഫോർവേഡ് മൂവ്മെൻ്റ് ആണ്, മുന്നോട്ട് സഞ്ചരിക്കാനായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്, പോസിറ്റീവായിട്ടുള്ള രീതിയിൽ. കുറച്ച് പേർക്ക് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാകാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പുറത്തോട്ട് പോയി പഠിക്കണം, അല്ലെങ്കിൽ എഡ്യൂക്കേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാകാം, ഒത്തിരി അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടാകാം. പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാകില്ല. ഈ ഒരു ദിവസം കുറച്ച് പേർക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് എനർജി വരുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് ഹോം റിട്ടേണും ആയിരിക്കാം. എന്തെങ്കിലും എനർജീസ് നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് തിരിച്ച് നിങ്ങളുടെ ആ ഒരു റൂട്ട്സിലോട്ട്, നിങ്ങളുടെ ആ ഒരു എനർജിയിലോട്ട് തിരിച്ചു വരാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്ന ഒരു ടൈം പീരീഡായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേർക്ക് യാത്രകൾ വരുന്നുണ്ട്, ട്രാവലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മെസ്സേജസ്, എന്തെങ്കിലുമൊക്കെ ഗൈഡൻസ് വരുന്നുണ്ടാകാം. ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ളൊരു റൂട്ട്, വ്യത്യസ്തമായിട്ടുള്ളൊരു പാത്തിലോട്ട് നിങ്ങളെ ഡിവൈൻ ഗൈഡ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതെല്ലാം പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വേറെ എന്തൊക്കെ എനർജിയാണ്? താങ്ക് യു. കിങ് ഓഫ് വോൺസിൻ്റെ എനർജി. ഇതിൽ ഒത്തിരി അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. 2 ഓഫ് വോൺസ്. കുറച്ച് പേർക്ക് പാസ്റ്റിലെ എന്തെങ്കിലും എനർജീസിൽ അഗെയിൻ ആ ഒരു പാരമ്പര്യം, റൂട്ട്സ്, അല്ലെങ്കിൽ ആ ഒരു പിന്നോട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് സ്പിരിച്വൽ ആയിട്ടുള്ള, ആത്മീയമായിട്ടുള്ള എനർജിയാണ്. എന്തെങ്കിലും സിറ്റുവേഷൻസ് നിങ്ങളെ പാസ്റ്റിൽ നിന്നിട്ട് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ, ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ, കുറച്ച് പേർക്ക് അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട്, നിങ്ങളുടെ പവർ, നിങ്ങളുടെ സ്ട്രെങ്ത്ത് ഇന്നത്തെ ദിവസം പ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ടുള്ള അവസരങ്ങൾ വരുന്നതാണ്. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ വ്യത്യസ്തമായിട്ടായിരിക്കാം അതിനോട് റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നത്, അതിന് നിങ്ങൾ ഉത്തരം കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ ദിവസം കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട്, കുറച്ചും കൂടെ ബോൾഡായിട്ടുള്ള ഒരു എനർജിയിൽ ഇരുന്നിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട്, അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ കുറച്ച് പേര് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങളും എടുക്കുന്നുണ്ടാകാം. അത് നിങ്ങളെ ഒത്തിരി കോൺഫിഡൻ്റ് ആയിട്ട് നിർത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് അഗെയിൻ നിങ്ങളുടെ പാഷൻ, കരിയർ, അല്ലെങ്കിൽ നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലാണ്. ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ വേണ്ടെന്ന് വെച്ച എന്തെങ്കിലും കാര്യങ്ങളോട് കുറച്ച് പേര് എസ് പറയുന്നതായിരിക്കാം. അതായത് പാസ്റ്റിൽ നിങ്ങൾക്ക് ഒരു അവസരം വന്നിട്ടുണ്ടാകാം, ഒരു നേതൃത്വ പാടവം, ഒരു ലീഡർഷിപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ടാകാം. ആ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അതിനോട് എസ് പറയാനായിട്ട് നിങ്ങൾ റെഡി ആയിട്ടുണ്ടാകില്ല. പക്ഷേ ഈ ഒരു സമയത്ത് കുറച്ചും കൂടെ മുന്നോട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി. ഒത്തിരി ഇമോഷണൽ എനർജി കാണുന്നുണ്ട്. ഇമോഷണൽ ഹീലിംഗ് ആണ് കാണുന്നത്, മെയിനായിട്ട് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ. ഒത്തിരി നിങ്ങളുടെ മനസ്സിലുള്ള ഒത്തിരി ഭാരങ്ങൾ റിലീസ് ചെയ്യാനായിട്ട്, മനസ്സമാധാനം തിരിച്ചു കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് ഇൻറ്റ്യൂഷനാണ്, നിങ്ങളുടെ സൈക്കിക് ആയിട്ടുള്ള, സ്പിരിച്വൽ ആയിട്ടുള്ള, ആത്മീയമായിട്ടുള്ള എനർജിയാണ്. അവിടെയും ഒത്തിരി പോസിറ്റിവിറ്റി കാണുന്നുണ്ട്. കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് ഇൻറ്റ്യൂട്ടീവ് ഗൈഡൻസ് ലഭിക്കുന്നുണ്ടാകാം. നിങ്ങൾക്ക് ഒത്തിരി സ്പിരിച്വൽ ആയിട്ടുള്ള എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട്, മനസ്സിലാക്കാനായിട്ടുള്ള അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് അരയ്ക്ക് കീഴ്പോട്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നീർക്കെട്ടായിരിക്കും, അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അവിടെയും ഒരു ആശ്വാസം ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് മുൻജന്മ കർമ്മ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എനർജീസിലായിരിക്കാം. നിങ്ങൾക്ക് അറിയുന്നുണ്ടാകില്ല, പക്ഷേ അത് കുറച്ച് പേർക്ക് റിലീസ് ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു കോൺട്രാക്റ്റ് ഇവിടെ എൻഡ് ആകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് പേർക്ക് ഒരു ആശ്വാസം, ഒരു പോസിറ്റീവ് എനർജി വരുന്നുണ്ടാകാം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ബ്യൂട്ടിഫുൾ എനർജീസ് ആണ്. ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ള എനർജീസ് കാണുന്നുണ്ട്, ബോൾഡ് ആയിട്ടുള്ള എനർജീസ് കാണുന്നുണ്ട്. ഒൺലി തിങ്, നിങ്ങളുടെ ഹാർട്ട് ചക്ര ബാലൻസ് ചെയ്ത് നിർത്തുക. നിങ്ങളുടെ ഫാമിലി, ആൻസിസ്ട്രി, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ റൂട്ട്സ് എന്താണ്, അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുക്കുക. നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ വർത്ത്, മൂല്യം മനസ്സിലാക്കുക.
അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്കുള്ള വെനസ്ഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക്